കെ.മാണി സാറിൻ്റെ 92-ാം ജന്മദിനമാണ് നാളെ 30-ാം തീയതി, ജനുവരി 30. അപ്പം ആ ജന്മദിനം ആചരണം നമ്മളൊരു കാരുണ്യ ദിന ആചരണമായിട്ടാണ് നടത്തുന്നത്. എല്ലാ വർഷവും അങ്ങനെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് മാണി സാറ് മരിച്ചതിന് ശേഷം ഇതിപ്പോൾ 6-ാമത്തെ വർഷമാണ്. ഇതിപ്പം വാസ്തവത്തിൽ ഇത്തവണ ഈ 92-ാം ജന്മദിനം കാരുണ്യ ദിനാചരണം കേരളത്തിലെ 1000 കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. വാസ്തവത്തിൽ ഇന്നലെ തൊട്ട് തുടങ്ങി. ഇപ്പോൾ കോട്ടയത്ത് തന്നെ ഇന്നലെ പനച്ചിക്കാടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ചില സ്ഥാപനങ്ങളുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ 28-ഉം 29-ഉം 30-ഉം അങ്ങനെ നടത്തുന്നു. വ്യാപകമായിട്ട് നടന്നത് 30-ാം തീയതി, നാളെയാണ്. കോട്ടയം ജില്ലയിൽ 300 കേന്ദ്രങ്ങളാണ് നടത്തുന്നത്. ചിലപ്പോൾ അധികരിക്കും. ഇപ്പോൾ പല മുനിസിപ്പാലിറ്റി തന്നെ 7 ഇടത്തുണ്ട്. അങ്ങനെ എല്ലാ പഞ്ചായത്തിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും. ഇന്നിപ്പം നമ്മൾ തിരുവനന്തപുരത്താണ് ഇതിൻ്റെ സംസ്ഥാന ദിനാചരണം. അത് നിയമസഭാ സ്പീക്കറാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ 14 ജില്ലയിലും ജില്ലാതലത്തിൽ, ഇപ്പോൾ കോട്ടയത്ത് നമ്മൾ ഇന്നിപ്പം ഈ സെൻറ്ററിൽ നടത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ മാണി സാറിൻ്റെ ഒരു ഓർമ്മ, പ്രത്യേകിച്ച് ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനപ്പുറത്ത് ഈ മനുഷ്യനോട് അല്ലെങ്കിൽ സഹജീവികളോട് വളരെ കാരുണ്യം കാണിച്ച ഒരാളാണ് സാർ. പദ്ധതികളോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും. ഞാൻ പ്രത്യേകിച്ച് കാണിച്ച എൻ്റെ ഒരു പെരുമാറ്റ മര്യാദയാണ്. അതിപ്പോൾ അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥന്മാരോടും വലിയ മുതലാളിമാരോടും കാണിക്കുന്നതോടൊപ്പം അല്ല, അതിനേക്കാളും കൂടുതലായി പാവങ്ങളോട് ആ അനുഭാവം കാണിച്ച ആളാണ്. ഏത് വിഷയത്തെ സമീപിച്ചാലും അതെങ്ങനെ നടക്കാനാ എന്നല്ല അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ പറയാമല്ലോ, ഞാൻ ചെയ്തു തരാമല്ലോ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാമല്ലോ, ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞ് വരുന്ന ആളുകളെ ആശ്വസിപ്പിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു അനുഭാവപൂർണമായ ഒരു സമീപനമാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ മാണി സാറിൽ എല്ലാ കാലത്തും കണ്ടിട്ടുള്ള കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സമൂഹത്തിലെ ഇപ്പം പ്രത്യേകിച്ച് ഏറ്റവും താഴെക്കടയിലുള്ള ആളുകൾ, അരക്ഷിതരായ ആളുകൾ, ഒരു പാവപ്പെട്ട മനുഷ്യർ, അഗതികൾ, മറ്റ് ആളുകൾ നോക്കാത്തവർ, അപ്പോൾ അവരെയൊക്കെ നമ്മളൊന്ന് ഓർമ്മിച്ചുകൊണ്ട് അവർക്കൊരു സഹായം ചെയ്തുകൊണ്ട് അവർക്കൊരു ഭക്ഷണം കൊടുത്തുകൊണ്ട്, പല സ്ഥലത്ത് നമ്മൾ ഭക്ഷണം മാത്രമല്ല, നമ്മളിങ്ങനെ ഭക്ഷണ കിറ്റ് കൊടുക്കും. നാളെ ഞങ്ങൾ തലനാട്ട് കുറേയധികം കിറ്റ് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നവരുണ്ട്, ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട്, പിന്നെ മറ്റ് വസ്ത്രം അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഒരു കാരുണ്യമുഖം മാണി സാറിൻ്റെ മനസ്സ് വരുമ്പം, ഓർമ്മ വരുമ്പം ആ ഒരു കാരുണ്യമുഖം നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനില്ലെങ്കിൽ വ്യാപകമായ പിരിവ് കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾ നടത്തുന്നില്ല. എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും പറ്റുന്ന കയ്യിലൊക്കെ എടുത്താണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ നമ്മൾ സാമൂഹ്യ പ്രവർത്തനം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഒരു സമൂഹത്തിന് തന്നെ ഒരു മെസ്സേജ് കൊടുക്കാനാണ് കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. സാറിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം. അത്രമാത്രം ജനകീയനായ ഒരു നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഞങ്ങളിലൂടെ പറ്റുന്ന സഹായമൊക്കെ സമൂഹത്തിന് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നത്.